ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് നോക്കിയത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഡിപ്ലോമ ലെവൽ എക്സാംസിനും എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2 സെക്ഷൻ ആയിട്ടാവും എസ്റ്റിമേഷൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കുന്നത്. അടുത്ത സെക്ഷനിൽ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻസിൻ്റെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. വാട്ട് ഈസ് എസ്റ്റിമേഷൻ, സാങ്ഷൻ, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, ടെക്നിക്കൽ ടേംസ് ഇൻ എസ്റ്റിമേഷൻ. സോ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഏതൊരു പ്രൊജക്റ്റിൻ്റെയും പ്രധാനമായിട്ടുള്ള കാര്യം അതിനാവശ്യമായ കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ എന്താണ് ഈ എസ്റ്റിമേഷൻ? ഒരു പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് അതിനാവശ്യമായ വിവിധ തരം മെറ്റീരിയൽസ്, ലേബർ, എക്യുപ്മെൻറ്റ്സ് എന്നിവയുടെ ക്വാണ്ടിറ്റീസും അതിൻ്റെ എക്സ്പെൻഡിച്ചറും കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഏതൊരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പും 3 ടൈപ്പ് സാങ്ഷൻ ആവശ്യമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ഫിനാൻഷ്യൽ സാങ്ഷൻ ആൻഡ് ടെക്നിക്കൽ സാങ്ഷൻ. ഏത് പ്രൊജക്റ്റിനും ആദ്യം ലഭിക്കേണ്ട സാങ്ഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അല്ലെങ്കിൽ AS. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സ്കൂളിൽ പുതുതായിട്ടൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരുവാണ്. അപ്പോൾ അവിടുത്തെ അതോറിറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആയിരിക്കും വർക്ക് ഏൽപ്പിക്കുന്നത്. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടേണ്ട അനുമതിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയാൽ മാത്രമേ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എടുക്കാനുള്ള അധികാരം ഉണ്ടാകത്തുള്ളൂ. അടുത്തത് ഫിനാൻഷ്യൽ സാങ്ഷൻ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ആണ്. ഒരു പ്രൊജക്റ്റിന് ആവശ്യമായുള്ള ഫിനാൻഷ്യൽ അലോട്ട്മെൻറ്റ് നൽകുന്നത് ധനകാര്യ വകുപ്പാണ്. ധനകാര്യ വകുപ്പിൽ നിന്നും കിട്ടുന്ന സാങ്ഷനാണ് ഫിനാൻഷ്യൽ സാങ്ഷൻ അല്ലെങ്കിൽ FS. ഈ ASഉം FSഉം ലഭിച്ചാൽ കിട്ടേണ്ട അടുത്ത സാങ്ഷനാണ് ടെക്നിക്കൽ സാങ്ഷൻ അല്ലെങ്കിൽ TS. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെയും ഡിസൈൻ കാൽക്കുലേഷൻ്റെയും അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന അനുമതിയാണ് ടെക്നിക്കൽ സാങ്ഷൻ. TS കിട്ടിയാൽ മാത്രമേ ഒരു വർക്ക് ടെൻഡർ ചെയ്യാൻ സാധിക്കുള്ളൂ. എസ്റ്റിമേറ്റ് ജനറലി 2 ടൈപ്പ് ഉണ്ട്. പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. പ്രാക്ടിക്കൽ നോളജിൻ്റെയും സിമിലർ പ്രൊജക്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടൈപ്പ് പെർ യൂണിറ്റ് ബേസിസ് എസ്റ്റിമേറ്റ്. ഒരു യൂണിറ്റിൻ്റെ പ്രൈസിനെ ടോട്ടൽ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കിട്ടും. ഇങ്ങനെ എസ്റ്റിമേറ്റ് എടുക്കുന്നതിനെയാണ് പെർ യൂണിറ്റ് ബേസിസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: പെർ ക്ലാസ് റൂം ഫോർ സ്കൂൾസ്, പെർ ബെഡ് ഫോർ ഹോസ്പിറ്റൽസ്, പെർ സീറ്റ് ഫോർ സിനിമ ആൻഡ് തിയേറ്റർ ഹാൾ. അടുത്ത ടൈപ്പ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ് ഈ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. സിമിലർ കണ്ടീഷനിലുള്ള വേറൊരു ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള വേറൊരു ബിൽഡിങ്ങിന് സെയിം കണ്ടീഷനും സെയിം സ്പെസിഫിക്കേഷനും ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ റേറ്റിനെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ പ്ലിന്ത് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് ക്യൂബ് റേറ്റ് അല്ലെങ്കിൽ ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ്. പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റിൽ ഏരിയ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഹൈറ്റും കൂടെ കൺസിഡർ ചെയ്യും. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ വോളിയത്തിനെ വേറൊരു ബിൽഡിങ്ങിൻ്റെ വോളിയമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ഇതിൽ ഹൈറ്റ് എടുക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ലെവൽ തൊട്ട് റൂഫിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റ് ആയിരിക്കും എടുക്കുന്നത്. ഇനി സ്ലോപ്ഡ് റൂഫ് ആണെങ്കിൽ ഈ സ്ലോപ്പിൻ്റെ പകുതി വരെയുള്ള ഹൈറ്റ് ആയിരിക്കും ഹൈറ്റായിട്ട് എടുക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. അതായത് നമ്മൾ പ്ലാനിൻ്റെ സഹായത്തോടു കൂടെ
എക്സ്കവേഷൻ, ഫൗണ്ടേഷൻ, ബ്രിക്ക് വർക്ക്, റൂഫ്, ഫ്ലോ ഫിനിഷ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റീസ് അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. അപ്പോൾ അടുത്ത ടൈപ്പാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ എസ്റ്റിമേറ്റ് ആണ് ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഇതിൽ നമ്മൾ ഓരോ ഐറ്റംസിൻ്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യാൻ 2 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഈസ് അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ്. അപ്പോൾ നമുക്ക് ഈ ടാബുലർ കോളത്തിൽ നോക്കുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാവും ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ ഓരോ ഐറ്റത്തിൻ്റെയും ലെങ്തും ബ്രെഡ്ത്തും ഡെപ്തും ഒക്കെ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഈ കോളത്തിൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര നമ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടും ഓരോ ഐറ്റത്തിൻ്റെയും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിനെ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് കിട്ടിയ ക്വാണ്ടിറ്റീനെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. ആദ്യത്തേതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ചില പ്രത്യേക സാഹചര്യത്തിൽ എസ്റ്റിമേറ്റ് നമുക്ക് റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ ആഡ് ചെയ്യാം, ചിലത് നമുക്ക് ഒഴിവാക്കേണ്ടിയും വരും. അപ്പോൾ ഈ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ആദ്യത്തേത് ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് ഈസ് എക്സീഡഡ് ബൈ മോർ ദാൻ 5%. അടുത്തത് expenditure on a work exceeds or likely to exceed the amount of administrative sanction by more than 10%. Last one is when material deviation occurs. ഈ മെറ്റീരിയൽ ഡീവിയേഷൻ പറയുന്നത് സപ്പോസ് നമുക്കൊരു കോമ്പൗണ്ട് വാൾ റാൻഡം റബിൾ മേസൺറി കൊണ്ടായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില സാഹചര്യത്തിൽ അതിനെ മാറ്റി കോൺക്രീറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ അവിടെ മെറ്റീരിയൽ ഡീവിയേഷൻ സംഭവിച്ചു, റാൻഡം റബിൾ മേസൺറിയിൽ നിന്ന് കോൺക്രീറ്റ് ആയിട്ട് മാറി. ഇനി അടുത്തതാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. അഡീഷണൽ വർക്കുകളെ സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആദ്യം റീറ്റെയിനിങ് വാളിൻ്റെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ റീറ്റെയിനിങ് വാളിന് വേണ്ടിയിട്ട് ഒരു ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അവിടെ പ്രിപ്പയർ ചെയ്യണം. ഇതിനെയാണ് ഈ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ്. ഈ ഓരോ വർഷം ചെയ്യേണ്ട മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വർക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റാണ് AR and AM എസ്റ്റിമേറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് നമ്മളിപ്പം വൈറ്റ് വാഷ് ചെയ്യണം ഓരോ വർഷവും, പിന്നെ പെയിൻറ്റിങ്, പിന്നെ ചില മൈനർ റിപ്പയർസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് AR and AM എസ്റ്റിമേറ്റ്. ഇത് ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ 1.5%-നേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ കോസ്റ്റ്? നമ്മുടെ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ട ടോട്ടൽ കോസ്റ്റാണ് ക്യാപിറ്റൽ കോസ്റ്റ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് തിയറി നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി അഡീഷണൽ വർക്ക് ഇൻ അഡീഷൻ ടു ദി ഒറിജിനൽ വൺ ഈസ് കോൾഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ അഡീഷണൽ വർക്കിന് വേണ്ടി കൊടുക്കുന്ന ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. The most reliable estimate is plinth area estimate, preliminary estimate, cube rate estimate, detailed estimate. നമ്മൾ പറഞ്ഞായിരുന്നു മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് ഏതാണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. The essential requirements to prepare good estimate are full dimension drawing to a scale, detailed specification, schedule of rates, all of these. ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് 3 കാര്യങ്ങൾ അത്യാവശ്യമാണ്, 3 ഡേറ്റാസ്: ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ ആൻഡ് റേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് cost of building by plinth area method is plinth area multiplied by cube rate, plinth area rate, none of these.
അപ്പോൾ നമ്മൾ ഈ പ്ലിന്ത് ഏരിയ മെത്തേഡിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? പ്ലിന്ത് ഏരിയനെ പ്ലിന്ത് ഏരിയ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കുമായിരുന്നു നമുക്ക് കോസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. ആദ്യത്തെ ടേം കണ്ടിജൻസീസ്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മുൻകൂട്ടി കാണാൻ പറ്റാത്ത അത്യാവശ്യ ചിലവുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തുകയാണ് ഈ കണ്ടിജൻസിയിൽ വരുന്നത്. ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും തന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 3 to 5% ഈ കണ്ടിജൻസി ആയിട്ട് മാറ്റിവെക്കാറുണ്ട്. അടുത്ത ടൈമാണ് വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഒരു വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ സൂപ്പർവൈസേഴ്സ്, സൈറ്റ് എഞ്ചിനീയേഴ്സ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇവരുടെ സാലറി കൊടുക്കുന്നത് ഈ വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നാണ്. ഈ വർക്ക് ചാർജ്ഡ് എംപ്ലോയീസ് ടെമ്പററി സ്റ്റാഫ് ആയിരിക്കും. അവരൊരു സ്പെസിഫിക് പീരീഡിലോട്ടായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ടൈമാണ് ടൂൾസ് ആൻഡ് പ്ലാൻസ്. വലിയ പ്രൊജക്റ്റുകൾക്കെല്ലാം എക്യുപ്മെൻറ്റ്സ് വളരെ അത്യാവശ്യമാണ്. നോർമലി കോൺട്രാക്ടേഴ്സ് ആണ് ഇത്തരത്തിലുള്ള ടൂൾസ് ആൻഡ് പ്ലാൻസ് അറേഞ്ച് ചെയ്യുന്നത്. എന്നാലും എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 1 to 1.5% ടൂൾസ് ആൻഡ് പ്ലാൻസിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. നെക്സ്റ്റ് ടൈം ഈ സെൻറ്റേജ് ചാർജ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജസ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായ ഡിസൈൻ, എസ്റ്റിമേറ്റ്, സൂപ്പർവിഷൻ എന്നിവ നടത്തുന്നതിന് വേണ്ടിയുള്ള തുകയാണ് ഈ സെൻറ്റേജ് ചാർജ് എന്ന് വിളിക്കുന്നത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 10 to 15% സെൻറ്റേജ് ചാർജായിട്ട് മാറ്റിവെക്കാറുണ്ട്. അടുത്തതാണ് ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്സ്. ഒരു ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻറ്റേർണൽ ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്സിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 20% മാറ്റിവെക്കാറുണ്ട്. ഇതുവരെ നോക്കിയ ഈ ടെക്നിക്കൽ ടേംസിൻ്റെ പെർസെൻറ്റേജ് വാല്യൂസാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുകയോ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക. അപ്പോൾ കണ്ടിജൻസീസ് 3 to 5% ആയിരുന്നു എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ. വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1.5 to 2%, ടൂൾസ് ആൻഡ് പ്ലാൻസ് 1 to 1.5%, സെൻറ്റേജ് ചാർജ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ചാർജ് 10 to 15%. ഇത് 8 to 12% എന്നും കണ്ടിട്ടുണ്ട് ഓപ്ഷൻസിൽ. ഈ 8 to 12% വെൽ സീസൺഡ് ടിമ്പറിൻ്റെ വാട്ടർ കണ്ടൻറ്റുമാണ്. അപ്പോൾ 10 to 15% ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം 8 to 12% ചൂസ് ചെയ്താൽ മതി. ഇലക്ട്രിഫിക്കേഷൻ 8%, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി 8%, ഫിറ്റിംഗ്സ് 4%. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ വാല്യൂ ആണ് നമ്മൾ 20% എന്ന് പറഞ്ഞത് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എ പെർസെൻറ്റേജ് ഓഫ് ഡാഷ് ടു ഡാഷ് ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി എസ്റ്റിമേറ്റ്. 2 to 3%, 4 to 5%, 6 to 8%, 1.5 to 2%. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എത്രയാണ്? 1.5 to 2% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എസ്റ്റിമേറ്റ് എ സർട്ടൺ എമൗണ്ട് ഇൻ ദ ഫോം ഓഫ് കണ്ടിജൻസീസ് ഓഫ് ഡാഷ് പെർസെൻറ്റേജ് ടു ഡാഷ് പെർസെൻറ്റേജ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. 1 to 2%, 5 to 8%, 10 to 20%, 3 to 5%. അപ്പോൾ നമ്മൾ എത്രയായിരുന്നു കണ്ടിജൻസീസിന് കൊടുക്കുന്നത്? 3 to 5%. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ സാലറീസ് ഓഫ് വർക്ക് സൂപ്പർവൈസേഴ്സ്, ചൗക്കിദാസ് എക്സെട്ര പെയ്ഡ് ഫ്രം വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, T&B ചാർജസ്, കണ്ടിജൻസീസ്, ലേബർ ചാർജസ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. സൂപ്പർവൈസേഴ്സിൻ്റെയും വാച്ച്മാൻ്റെയും ഒക്കെ സാലറി നമ്മൾ എടുക്കുന്നത് ഇതിൽ നിന്നാണ്? വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അടുത്ത ടേമാണ് സബ് ഹെഡ് ഓഫ് ഐറ്റം ഓഫ് വർക്ക്. ഒരു പ്രൊജക്റ്റിൽ സിമിലർ നേച്ചറുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓരോ ഗ്രൂപ്പിനെയാണ് സബ് ഹെഡ് ഓഫ് വർക്ക് എന്ന് വിളിക്കുന്നത്. ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് എടുത്താൽ അതിൽ എർത്ത് വർക്ക് ഉണ്ടാവും, കോൺക്രീറ്റ് വർക്ക് ഉണ്ടാവും, ബ്രിക്ക് വർക്ക് ഉണ്ടാവും, വുഡ് വർക്ക് ഉണ്ടാവും, സ്റ്റീൽ വർക്ക് ഉണ്ടാവും. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് സബ് ഹെഡ് ഓഫ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം ഈസ് സബ് വർക്ക്. ഒരു വലിയ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ വർക്ക്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റ് ഒരു വലിയ പ്രൊജക്റ്റാണ്.
അതിൽ ഡിഫറെൻറ്റ് ബിൽഡിങ്സ് ഉണ്ടായിരിക്കും. മെയിൻ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, ഔട്ട് പേഷ്യൻറ്റ് വാർഡ്, എമർജൻസി വാർഡ്, ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സ്, കിച്ചൺ ബ്ലോക്സ്, റോഡ്സ്. അപ്പോൾ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വർക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് സബ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേത് സബ് ഹെഡ് ഓഫ് ഐറ്റം ഓഫ് വർക്കായിരുന്നു, ഇത് സബ് വർക്കാണ്. സബ് ഹെഡ് ഓഫ് ഐറ്റം ഓഫ് വർക്കിൽ സിമിലർ നേച്ചർ ഉള്ളതിനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു വലിയ പ്രോജക്റ്റിന് ചെറിയ ചെറിയ വർക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ടേമാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഓരോ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും റേറ്റാണ്. മെറ്റീരിയൽസ്, ലേബർ, എക്യുപ്മെൻറ്റ് റെൻറ്റ് എന്നിവയുടെ വിശദമായ റേറ്റ് കൊടുത്തിട്ടുള്ള പ്രിൻറ്റഡ് ബുക്കാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഒരു ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, അതാണ് ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. അടുത്ത ടേം ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ്. മെറ്റീരിയൽസ്, ലേബർ എന്നിവയുടെ കോസ്റ്റിലുള്ള വേരിയേഷൻ ഒരു സർട്ടൺ ഇയറിലെ കോസ്റ്റുമായി കമ്പയർ ചെയ്ത് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ്. അടുത്ത ടേമാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, അതുപോലൊരു ടാബുലർ ഫോമാണ് ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കോൺട്രാക്ടറിനെ ഫില്ല് ചെയ്യാൻ കൊടുക്കുന്ന ഒരു പീസ് ഓഫ് പേപ്പറാണ് ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഇതിൽ റേറ്റ് ആൻഡ് എമൗണ്ട് കോളം കോൺട്രാക്ടറിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ബ്ലാങ്ക് ആയിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രിന്റഡ് ബുക്ക് ഗിവൺ ദ റേറ്റ് ഓഫ് ഈച്ച് ഐറ്റം ഇൻ എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് ഈസ് റേറ്റ് ബുക്ക്, ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക്, എം ബുക്ക്, ഡേറ്റ ബുക്ക്. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുള്ള പ്രിന്റഡ് ബുക്കാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക്. ഇനി നമ്മൾ എക്സാംസിന് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ടേംസ് ആണ് പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, സർക്കുലേഷൻ ഏരിയയ്ക്ക്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടേമാണ് പ്ലിന്ത് ഏരിയ. ഇറ്റ്സ് ദ ടോട്ടൽ ബിൽറ്റപ്പ് കവേർഡ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി ഇൻക്ലൂഡിംഗ് വാൾ തിക്നെസ്. അപ്പോൾ ഇതിൽ 6 സെൻറ്റിമീറ്റർ വരെയുള്ള പ്ലിന്ത് പ്രൊജക്ഷൻസ്, കോർട്ട്യാർഡ് അതായത് നടുമുറ്റം, ഓപ്പൺ ഏരിയാസ്, ബാൽക്കണീസ്, പിന്നെ കാൻലിവർ പ്രൊജക്ഷൻസ് ഇതൊന്നും പ്ലിന്ത് ഏരിയയിൽ ഉൾപ്പെടുത്താറില്ല. അടുത്ത ടേമാണ് ഫ്ലോർ ഏരിയ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോർസ് ഇൻ ബിറ്റ്വീൻ വാൾസ്. അതായത് ഫ്ലോറിങ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ ഫ്ലോർ ഏരിയയിൽ വരുന്നത്. ഡോഴ്സിൻ്റെ സില്ല് ഇതിൽ ഇൻക്ലൂഡഡ് ആവത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫ്ലോറിങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ ഫ്രെയിം അല്ലെങ്കിൽ വിൻഡോ ഫ്രെയിമിൻ്റെ ബോട്ടം ഹൊറിസോണ്ടൽ മെമ്പറാണ് സില്ല്. ഇനി വരുന്നൊരു ടേമാണ് ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഫ്ലോർ ഏരിയ ബൈ പ്ലോട്ട് ഏരിയ, ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് സർക്കുലേഷൻ ഏരിയ. ഒരു ബിൽഡിംഗ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലോർ ഏരിയയാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്: ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ആൻഡ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഏരിയയാണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ. പ്ലിന്ത് ഏരിയയുടെ 10 to 15% ആണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ വരുന്നത്. എക്സാമ്പിൾസ്: പാസേജസ്, വരാന്ത, കോറിഡോഴ്സ്. ഇനി വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയയാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ. ഇത് പ്ലിന്ത് ഏരിയയുടെ 4 to 5% ആണ്. എക്സാമ്പിൾസ്: സ്റ്റെയർകേഴ്സ്, ലിഫ്റ്റ്, റാമ്പ്. അടുത്ത ടേമാണ് കാർപ്പറ്റ് ഏരിയ. ഈസ് ദ യൂസ്ഫുൾ ഏരിയ ഓർ ലിവബിൾ ഏരിയ. അതായത് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് കാർപ്പറ്റ് ഏരിയയിൽ വരുന്നത്. ഇതിൽ സർക്കുലേഷൻ ഏരിയ, കിച്ചണിൻ്റെ ഏരിയ, AC റൂം, സാനിറ്ററി അക്കോമഡേഷൻ ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ പ്ലിന്ത് ഏരിയയുടെ 50 to 65% ആയിരിക്കും കാർപ്പറ്റ് ഏരിയ. ഇനി അതൊരു പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ 60 to 75% ഓഫ് പ്ലിന്ത് ഏരിയ ആയിരിക്കും കാർപ്പറ്റ് ഏരിയ ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം കിച്ചൺ ഏരിയ കാർപ്പറ്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. ഇനി നമ്മളൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ പ്ലിന്ത് ഏരിയ, സർക്കുലേഷൻ ഏരിയ, ഫ്ലോർ ഏരിയ ഇതൊക്കെ ഓരോ ഫ്ലോറിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസബിൾ ഏരിയ എക്സ്ക്ലൂഡിംഗ് സ്റ്റെയർകേസ്, ലിഫ്റ്റ്, വാൾസ് എക്സെട്ര കോൾഡ് പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, കവേർഡ് ഏരിയ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. യൂസബിൾ ഏരിയനെ വിളിക്കുന്നത് ഏതാണ്? കാർപ്പറ്റ് ഏരിയ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബിൽറ്റ് അപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, സർക്കുലേഷൻ ഏരിയ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ, പ്ലിന്ത് ഏരിയ. ഇന്നത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹെഡ് ഓഫ് ദി ഡിവിഷൻ ഓഫ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ചീഫ് എഞ്ചിനീയർ, സൂപ്രണ്ടൻറ്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡോസ് ആൻഡ് വിൻഡോസ് എന്ന ടോപ്പിക്കിൽ ഒരു എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ പബ്ലിക് ബിൽഡിംഗ്സ് ദ മിനിമം ഏരിയ ഓഫ് വിൻഡോസ് ഷുഡ് ബി % ഓഫ് ഫ്ലോർ ഏരിയ. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ വിൻഡോയുടെ മിനിമം ക്രോസ് സെക്ഷണൽ ഏരിയ 15% ഓഫ് ഫ്ലോർ ഏരിയയും പബ്ലിക് ബിൽഡിംഗ്സിലാണെങ്കിൽ 20% ഓഫ് ഫ്ലോർ ഏരിയയും ആണ്. അടുത്ത ക്ലാസ് ഓഗസ്റ്റ് 5 ബുധനാഴ്ചയാണ്. സർവേയിങ്ങിൽ ലെവലിംഗ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം റൈറ്റിലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.